നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വീഴ്ചകളിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യമാണ് തന്റെ ഹൈക്കമാൻഡ്, മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യ താൽപര്യമെന്നും നരേന്ദ്രമോദി. ജീവിതത്തിന്റെ സത്തയും മൂല്യങ്ങളും പഠിച്ചത് RSSൽ നിന്നാണെന്നും അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാൻ നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി. രാജ്യത്ത് വൻ ലഹരിവേട്ട. അന്താരാഷ്ട്ര ലഹരി ഇടപാട് സംഘത്തിലെ 6 പേർ പിടിയിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടിയത് 165 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന്. അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അസമിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. ബോഡോലാൻഡിൽ സമാധാനം ഉറപ്പുവരുത്തുമെന്ന അമിത്ഷായുടെ വാക്ക്. അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ഭാരതത്തിൽ. 10ാം റൈസിന ഡയലോഗിൽ മുഖ്യാതിഥിയാകും. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. ലഷ്കർ-ഇ തൊയ്ബ ഭീകരൻ അബു ഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളി. പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈനികർക്കും ഭീഷണിയായി ബലോച്ച് പോരാളികൾ. പാക് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം. 90 പേർ കൊല്ലപ്പെട്ടെന്ന് ബലൂച്ച് വിമോചന പോരാളികളുടെ അവകാശവാദം. കൊല്ലപ്പെട്ടവരിൽ 7 പാക് സൈനികരും. വിശദമായ വാർത്തകളിലേക്ക്. പ്രമുഖ അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങി. രാജ്യമാണ് തന്റെ ഹൈക്കമാൻഡ് എന്നും രാജ്യ താൽപര്യത്തിനാണ് മുൻഗണനയെന്നും നരേന്ദ്രമോദി. വീഴ്ചകളിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിക്കുമെന്നാണ് പ്രതീക്ഷ. ജീവിതത്തിന്റെ സത്തയും മൂല്യങ്ങളും പഠിച്ചത് RSSൽ നിന്ന്. സ്വാമി വിവേകാനന്ദനാണ് തനിക്ക് പ്രചോദനമെന്ന് മോദി പറയുന്നു. അതേസമയം പാകിസ്ഥാൻ ലോകമെമ്പാടും തീവ്രവാദികളെ കയറ്റുമതി ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. ലോകത്ത് എവിടെ ഭീകരാക്രമണം നടന്നാലും പാക് സാന്നിധ്യം കാണാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായ വാക്കുകളാണ്, പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലങ്ങളായി പറയുന്ന പല കാര്യങ്ങളും ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ കൂടി മറ്റ് ചില സുപ്രധാനമായ ഘടകങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ്റെ വീഴ്ചകളിൽ നിന്നും പാഠം പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നമുക്കറിയാം, തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനപരമായ നിലപാടുകളെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറേ കൂടി വിശാലമായ പാകിസ്ഥാൻ്റെ, അല്ലെങ്കിൽ കുറേ കൂടി വ്യാപകമായി തീർന്നിട്ടുള്ള പാകിസ്ഥാൻ്റെ ഭീകരതയെക്കുറിച്ചാണ്. ആ ഭീകരത, അതായത് പാകിസ്ഥാൻ്റെ ഭീകരത പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നുവോ അല്ലെങ്കിൽ ഒരു വിധ്വംസക പ്രവർത്തനം ഉണ്ടാകുന്നുവോ അതിൻ്റെ പിന്നിലെല്ലാം പാകിസ്ഥാൻ ഉണ്ടെന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ, ഏറെ സ്വാധീനിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെയും അതുപോലെ തന്നെ ഛത്രപതി ശിവജി മഹാരാജിനെയുമാണ്. അത്തരത്തിലുള്ള തൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികൾ എന്താണ് തന്നെ ജീവിതം പഠിപ്പിച്ചത് എന്നെല്ലാം തന്നെ ഒരു താത്വികമായ ഭാവത്തോടെ അദ്ദേഹം പറയുകയും ചെയ്തു. ചെറുപ്പത്തിലെ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതിൻ്റെയും അതുപോലുള്ള ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാനുമുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പ്രചോദനമായത് സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് RSSനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ്. RSS തൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറെ സ്വാധീനിച്ചൊരു സംഘടനയാണ്. സ്വാഭാവികമായും RSSൻ്റെ 100ാം വാർഷികം വരുന്നു. അത് വലിയൊരു സംഘടനയായി ലോകത്ത് മുഴുവൻ വഴികാട്ടിയായി നിലനിൽക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ RSS
എസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അത് കൃത്യമായ നിർദ്ദേശവും മാർഗവും നൽകുന്ന ഒരു സംഘടനയാണ്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് RSS പഠിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി. ഏതെങ്കിലും ഒരു അല്പസമയം RSSൻ്റെ ശാഖയിൽ പോകുകയോ അല്ലെങ്കിൽ ഗണവേഷം ധരിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല ഒരു RSSൻ്റെ തത്വം. അതൊരു ജീവിത ശൈലി തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. അത് മനുഷ്യനെ സേവനം ചെയ്യുക, രാജ്യത്തെ ഒന്നാമതായി പരിഗണിക്കുക എന്ന ആവശ്യങ്ങളെല്ലാം എന്ന ദാർശനിക നിലപാടുകളാണ് ആ സംവിധാനം സ്വീകരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല ഏറ്റവും സുപ്രധാനമായൊരു ഘടകം എന്താണോ RSS പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ ചുരുക്കിയ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നിർണായകമായതും ആകർഷകമായും തോന്നുന്നത് ഇടതുപക്ഷ ആശയങ്ങളാണ് ലോകം മുഴുവൻ തൊഴിലാളി മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചത്. പക്ഷേ ആ തൊഴിലാളി മുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കുമ്പോഴെല്ലാം തന്നെ ലോകത്തുള്ള എല്ലാ തൊഴിലാളികളോടും ഒന്നാകാൻ പറയുകയായിരുന്നു. എന്നാൽ RSS പറഞ്ഞത് തൊഴിലാളികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നു എന്നാണ്. രാജ്യത്തെ തൊഴിലാളികളെ മുഴുവനും ഒന്നിക്കണം എന്ന് പറയുന്നതിന് പകരം തൊഴിലാളികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സംഘടനയാണ് RSS. അത്തരത്തിൽ RSSന് നിരവധിയായ സവിശേഷതകളുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഗാന്ധിജിയുമായുള്ള അനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തീർച്ചയായും ഏറെ ഗൗരവമായ നിലപാടുകൾ, പാകിസ്ഥാനെതിരായ നിലപാടുകൾ, പാകിസ്ഥാൻ്റെ തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ എന്നും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാ നിലപാടുകളിലും കാണുന്ന തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ ശക്തമായി ഊന്നിപ്പറയുന്ന ഒരു സാഹചര്യം ഈ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. വിശാലമായി വിഷയങ്ങളെ നോക്കിക്കാണുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ അഭിമുഖം അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭാഷണം തന്നെയാണ് അദ്ദേഹം നടത്തിയത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഐസൻ, ഇവിടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനെതിരായ രൂക്ഷ വിമർശനമാണ്. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം പ്രധാനമന്ത്രി പദത്തിൽ ഏറിയതിനു ശേഷം അദ്ദേഹം നടത്തിയ നിരവധി നിലപാടുകൾ അല്ലെങ്കിൽ തീവ്രവാദം പോലുള്ള വിഷയങ്ങൾക്കെതിരെ നടത്തിയ നിലപാടുകൾ വളരെയധികം ശ്രദ്ധേയമാണ്. ലോക ജനത തന്നെ അത് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ മറ്റ് ലോക നേതാക്കൾ അത് ഒറ്റക്കെട്ടായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ തീവ്രവാദം ആയുധങ്ങളെക്കാളല്ല അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുള്ള തീവ്രവാദം നടക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. ലഹരിക്കെതിരെ ശക്തമായൊരു പോരാട്ടം നടത്തുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ നർക്കോട്ടിക് ജിഹാദ് പോലുള്ളവ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം പാകിസ്ഥാനാണ്. അത്തരം കാര്യങ്ങളിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നൽകിയ അല്ലെങ്കിൽ ഈ ഒരു പ്രധാനപ്പെട്ട പരാമർശങ്ങളൊക്കെ തന്നെയും വിരൽ ചൂണ്ടുന്നത് ആ ഒരു മുന്നറിയിപ്പിലേക്ക് തന്നെയല്ലേ? ഇനി ഭാരതം അല്ലെങ്കിൽ ലോകം മുഴുവൻ നേരിടേണ്ടത് നർക്കോട്ടിക് ജിഹാദ് പോലുള്ള അല്ലെങ്കിൽ ലഹരിക്കെതിരായ ഒരു ശക്തമായൊരു പോരാട്ടം തന്നെയല്ലേ? തീർച്ചയായും ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടം എന്നതിനപ്പുറം തീവ്രവാദത്തിനെതിരായ ഒരു പോരാട്ടം, അത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ലഹരിക്കെതിരായ ഒരു പോരാട്ടമായി മാറുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു. അത് പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം തന്നെ ഈ മയക്കുമരുന്നുകൾ കടന്നു വരുന്ന വഴികൾ ആ പ്രദേശത്ത് നിന്നാണ്. അത്തരത്തിൽ വലിയ തോതിൽ മയക്കുമരുന്നുകൾ ആ പ്രദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുവഴി കടത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്നത് വഴി വൻതോതിൽ പണം സമ്പാദിക്കാനും അല്ലെങ്കിൽ ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക്, അധോലോക പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ പണം സമ്പാദിക്കാൻ ഈ മയക്കുമരുന്ന് ഏറെ പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു വാണിജ്യ രീതിയാണ്, അല്ലെങ്കിൽ ഒരു തെറ്റായ വാണിജ്യ രീതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഹവാല പണം നിരവധിയായി ഭീകര പ്രവർത്തകരുടെ കയ്യിൽ കുമിഞ്ഞുകൂടാനും അത് ആയുധങ്ങളാക്കാനും രക്തച്ചൊരിച്ചിലിൻ്റെ യുദ്ധം നടത്താനും അവരെ പ്രേരിപ്പിക്കുന്നു എന്ന ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. മയക്കുമരുന്നിനെതിരായ പോരാട്ടവും തീവ്രവാദത്തിനെതിരായ പോരാട്ടവും രണ്ട് സാമൂഹ്യ തിന്മകളാണ്, ലോകത്തെ ഗ്രസിക്കുന്ന രണ്ട് സാമൂഹ്യ തിന്മകളാണെന്ന് ഉറച്ചു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ് മയക്കുമരുന്ന് കടത്തിലൂടെ ലഭിക്കുന്ന ഹവാല പണം ഉപയോഗിച്ച് ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒരുക്കുകയും വിശാലമായ തീവ്രവാദ ആക്രമണങ്ങളെ, ടെററിസ്റ്റ് അറ്റാക്കുകൾക്ക് പ്ലോട്ട് ഒരുക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ആസൂത്രണങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് മയക്കുമരുന്നിൽ നിന്നുമുണ്ടാക്കുന്ന ആ വർദ്ധിച്ച പണത്തിൽ നിന്ന് തന്നെയാണ്. അത്തരത്തിൽ ഒരു കണക്കില്ലാതെ വന്നു ചേരുന്ന പണം കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു യുവതയെ നശിപ്പിക്കുന്നു. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പണം നേടിക്കൊണ്ട് ഒരു യുവത മയക്കുമരുന്നിൻ്റെ നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ആ സമൂഹത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളും ഒരുപോലെ നടത്തുന്നു. സ്വാഭാവികമായും തീവ്രവാദത്തിനെയും അതുപോലെ തന്നെ മയക്കുമരുന്നുകളെയും ഒരേ സമയം എതിർക്കേണ്ടതിൻ്റെ അനിവാര്യത തന്നെയാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത്. മയക്കുമരുന്നുകളെ എതിർക്കുമ്പോൾ സ്വാഭാവികമായും അത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നതിന് തുല്യമാവുകയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നത് മയക്കുമരുന്നിനെതിരായ സമരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ്റെ എല്ലാ തരത്തിലുള്ള സമാധാന ഭംഗം വരുത്തുന്ന എല്ലാ ഇടപെടലുകളെയും അതിരൂക്ഷമായി
രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രിയുടെ വിദേശ തന്ത്രങ്ങളിലും അതുപോലെ തന്നെ വിദേശ നയങ്ങളിലുമെല്ലാം തന്നെ കൃത്യമായി പിന്തുടരുന്ന ആശയങ്ങൾ അതിനപ്പുറം കുറേ കൂടി വിശദീകരിക്കുകയും ചെയ്തു അദ്ദേഹം. നമുക്കറിയാവുന്നതാണ് താൻ പക്ഷപാതിയല്ല എന്ന് യുക്രൈനിലും അതുപോലെ അമേരിക്കയിലും ചെന്നതിന് ശേഷം റഷ്യയിലും ചെന്നതിന് ശേഷം പറഞ്ഞ താൻ പക്ഷപാതിയല്ല, ഞാൻ സമാധാനത്തിൻ്റെ പക്ഷപാതിയാണ്, സമാധാന പക്ഷത്ത് നിൽക്കുന്ന ആളാണ്, ബുദ്ധൻ്റെ നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നീ രീതിയിലുള്ള കൃത്യമായ നിലപാടുകൾ പറയാനും ഈ അഭിമുഖത്തിൽ അദ്ദേഹം സമയം കണ്ടെത്തിയെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഘടകം. വിഷ്ണു. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. രാജ്യത്ത് വൻ ലഹരിവേട്ട 163 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഗുവാഹത്തി, ഇംഫാൽ സോണിലും ബംഗളൂരുവിലുമായാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ലഹരിമുക്ത ഭാരതമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. അസാമിലെ ഗുവാഹട്ടി, മണിപ്പൂരിലെ ഇംഫാൽ എന്നിവിടങ്ങളിൽ നിന്നും 88 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായ 4 പേരെ അറസ്റ്റ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൂടെയാണ് ലഹരി വേട്ടയുടെ വിവരങ്ങൾ അറിയിച്ചത്. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. ലഹരിമുക്ത ഭാരതമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി ഓർമ്മപ്പെടുത്തി. അതേസമയം മംഗലാപുരത്ത് നിന്ന് 75 കോടി രൂപയുടെ MDMA-യുമായി വിദേശ വനിതകൾ പിടിയിലായി. ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളിൽ നിന്നും 37.87 കിലോ MDMA-യാണ് പിടിച്ചെടുത്തത്. ജനം, ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അസമിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. ബോഡോലാൻഡിൽ സമാധാനം ഉറപ്പുവരുത്തുമെന്ന് അമിത്ഷാ അറിയിച്ചു. ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയന്റെ 57ാമത് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज सबके हाथ में तिरंगा देखकर किसी का भी मन खुश हो जाएगा. बहुत अच्छा दृश्य लगता है कि एक जमाने में जहां गोलियां चलती थी वो बोडो युवा हाथ में तिरंगा लहरा रहे हैं. ये दृश्य पूरे देश के लिए एक संदेश है. मगर मैं ये भी कहना चाहता हूं, मैं गुजरात से आता हूं, पूरे देश में घूमता हूं. जब बोडो समझौता हुआ तब न केवल बोडोलैंड, न केवल आसाम, पूरे देश के अंदर ही इतनी खुशी थी जितनी बोडोलैंड के अंदर थी. इतनी खुशी पूरे देश भर के अंदर. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ വർഗീയ നിലപാടുകൾക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി BJPയും JDSും. സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് മതവിവേചനമാണെന്നും BJP കുറ്റപ്പെടുത്തി. നേരത്തെ സംസ്ഥാന ബജറ്റിൽ മുസ്ലിം വിഭാഗത്തിന് മാത്രമായി കർണാടക സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. കർണാടക സർക്കാരിന്റെ തുടർച്ചയായ മുസ്ലിം പ്രീണന വർഗീയ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് BJPയും JDSും. സംസ്ഥാനത്ത് സർക്കാർ കരാറുകളിൽ മുസ്ലിം സംവരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ BJP രൂക്ഷമായി വിമർശിച്ചു. കരാറുകാരുടെയോ കമ്പനിയുടെയോ ഗുണനിലവാരം പരിശോധിക്കാതെ മതത്തിന്റെ പേരിൽ മാത്രം സംവരണം നൽകുന്നത് വർഗീയ നിലപാടാണെന്നും BJP കുറ്റപ്പെടുത്തി. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കീഴിലെ എല്ലാ പൊതുമരാമത്ത് കരാറുകളുടെയും 4% മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്യുന്നതിനാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകിയത്. നേരത്തെ സംസ്ഥാന ബജറ്റിൽ മുസ്ലിം വിവാഹങ്ങൾക്ക് 50,000 രൂപ ധനസഹായം, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രത്യേക സ്കോളർഷിപ്പ്, വഖഫ് സ്ഥാപനങ്ങളുടെ പരിപാലനത്തിന് 150 കോടി രൂപയുടെ സഹായം, ബംഗളൂരുവിലെ ഹജ്ജ് ഭവന്റെ വിപുലീകരണം തുടങ്ങി ഒരു മതവിഭാഗത്തിന്റെ മാത്രം ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് സർക്കാർ നടത്തിയിരുന്നു. ജനം, ഡൽഹി. ഛത്രപതി സംഭാജി നഗറിലെ ഖുൽദാബാദിലുള്ള ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ബജ്റംഗ് ദൾ. അല്ലാത്തപക്ഷം കർസേവയിലൂടെ ശവകുടീരം പൊളിക്കുമെന്നും ബജ്റംഗ് ദൾ മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നാളെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ബജ്റംഗ് ദൾ നേതൃത്വം അറിയിച്ചു. ഛത്രപതി സാംഭാജി നഗറിലാണ് മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബിന്റെ ശവകുടീരമുള്ളത്. ഇത് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. പുരാവസ്തു ഗവേഷണ വകുപ്പാണ് ഇവ സംരക്ഷിച്ചു പോരുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ തകർക്കുകയും നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്ത ഔറംഗസേബിന്റെ ശവകുടീരം സംരക്ഷിക്കേണ്ടതില്ലെന്നാണ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ നിലപാട്. ശവകുടീരം സർക്കാർ നീക്കിയില്ലെങ്കിൽ കാർ സേവയിലൂടെ പൊളിച്ചു മാറ്റുമെന്ന് യുവജന സംഘടനയായ ബജ്റംഗ് ദൾ മുന്നറിയിപ്പ് നൽകി. 1992 അയോധ്യയിൽ നടത്തിയതിന് സമാനമായ കാർ സേവ ആവർത്തിക്കുമെന്നാണ് ബജ്റംഗ് ദൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്ന് മഹാരാഷ്ട്രയിലെ മന്ത്രി നിതീഷ് റാനെ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു.
ഔറംഗാബാദ് എന്ന ജില്ല മഹാരാഷ്ട്രയിലെ NDA സർക്കാരാണ് സാംബാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്തത്. നിയമവഴികളിലൂടെ ശവകുടീരവും നീക്കണം എന്ന നിലപാടാണ് ഫട്നാവിസ് സർക്കാരിനുള്ളത്. ജനം, ഡൽഹി. വീണ്ടും വാർത്തകളിലേക്ക്. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റോഫർ ലെക്സൺ ഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രി SP ബാഗൽ വിമാനത്താവളത്തിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്ന ക്രിസ്റ്റോഫർ ലെക്സൺ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രാജ്ഘട്ട് സന്ദർശിക്കും. തുടർന്ന് ഇരു പ്രധാനമന്ത്രിമാരും നടത്തുന്ന ചർച്ചയിൽ ഭാരതത്തിൻ്റെയും ന്യൂസിലാൻഡിൻ്റെയും വ്യാവസായിക പ്രതിരോധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കും. ഭൗമരാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങൾ ചർച്ചയാകുന്ന റൈസീന ഡയലോഗിൻ്റെ 10ാമത് സമ്മേളനത്തിൽ മുഖ്യാതിഥിയായും ലെക്സൺ പങ്കെടുക്കും. 19-ന് മുംബൈയിൽ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വ്യവസായികളുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം 20-നാകും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി മടങ്ങുക. US രഹസ്യാന്വേഷണ മേധാവി തുൾസി ഗബ്ബാർഡ് ഇന്ത്യയിൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ തുൾസി ഗബ്ബാർഡ് പങ്കെടുക്കും. ഭീകരവാദവും രാജ്യാന്തര കുറ്റകൃത്യങ്ങളും തടയുന്നത് ചർച്ചയാകും. ഓസ്ട്രേലിയ, ജർമ്മനി, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കും. പാക് ഭരണകൂടത്തിനും സൈനികർക്കും ഭീഷണിയായി ബലൂച്ച് പോരാളികൾ. പാക് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം. 90 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 7 പാക് സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. 12 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ബലൂചിസ്ഥാനിലെ നോഷ്കി ജില്ലയിലായിരുന്നു ആക്രമണം. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. വടക്കൻ മാസിഡോണിയയിലെ നിശ ക്ലബ്ബിൽ തീപിടുത്തം. 51 പേർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഗീത പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമില്ല. അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നടന്ന അമേരിക്കൻ ആക്രമണത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ചെങ്കടലിൽ ഹൂതി വിമതർ തുടർച്ചയായി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യാക്രമണം. ഹൂതികൾക്ക് നൽകിയ സമയം അവസാനിച്ചെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇല്ലെങ്കിൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്നാണ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. അമേരിക്കൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമെതിരെ ഹൂതി ഭീകരരുടെ ആക്രമണം ചെങ്കടലിൽ തുടരുകയാണ്. അക്കാരണത്താൽ തന്നെ തിരിച്ചടി അനിവാര്യമെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് ഹൂതികൾക്ക് നൽകുന്നത്. ഹൂതി ഭീകരർക്ക് അനുവദിച്ച സമയം അവസാനിച്ചു. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം നരകം ഹൂതികൾക്കുമേൽ പെയ്തിറങ്ങുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശന വേളയിൽ തന്നെ ഹൂതികളെ ട്രംപ് ഭീകരരായി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് അതിശക്തമായ ആക്രമണം നടത്താനുള്ള തീരുമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 30-ലേറെ പേർ യമനിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശക്തമായ ആക്രമണം വീണ്ടും തുടരുകയാണ്. ഇറാൻ പിന്തുണയോടെ പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഹൂതി ഭീകരർ. ഹമസ് ഇസ്രയേൽ സംഘർഷവേളയിൽ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുൾപ്പെടെ ഹൂതി ഭീകരർ മിസൈലുകൾ അയച്ചിരുന്നു. യമനിലെ എല്ലാ ഹൂതി ശക്തി കേന്ദ്രങ്ങളിലും വൻതോതിലുള്ള ആക്രമണമാണ് തുടരുന്നത്. ഹൂതി ഭീകരരെ പൂർണ്ണമായും തകർക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരിച്ചുകൊണ്ടുവരാനായുള്ള ദൗത്യം ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 9:34 ക്രൂട്ടൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. തുടർന്ന് ഇന്നെത്തിയ ബഹിരാകാശ യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. 19-ാം തീയതി ബുഷ് വിൽമോറും സുനിത വില്യംസും ഭൂമിയിലേക്ക് മടങ്ങും. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് 418 കിലോമീറ്റർ മുകളിൽ സഞ്ചരിക്കവെയായിരുന്നു ദൗത്യസംഘം ISS-ൽ പ്രവേശിച്ചത്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 9:34 ക്രൂട്ടൺ ദൗത്യം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. തുടർന്ന് 11:11 ഹാച്ചിംഗ് പൂർത്തിയായി.
ബഹിരാകാശ നിലയത്തിലെയും ക്രൂട്ടൺ പേടകത്തിലെയും വാതിലുകൾ പരസ്പരം തുറക്കുന്നതാണ് ഹാച്ചിംഗ് പ്രക്രിയ. പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ക്രൂട്ടനിലെ യാത്രക്കാർ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. Onishi, the first Crew 10 astronaut through the hatch, followed by Peskov, Nicole Ayers, the first of the Fly's newest class of astronauts to enter, and last commander of Crew 10, Anne McLean. സുനിത വില്യംസും മറ്റു ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രജ്ഞരും ചേർന്ന് പുതിയ അതിഥികളെ ആഘോഷത്തോടെ സ്വീകരിച്ചു. The bell has been rung. Alexander Gorbanov the first through. Next up is Crew 9 Commander Nick Hague. ബഹിരാകാശ യാത്രയുടെ മുഴുവൻ കൗതുകവും നിറഞ്ഞ പ്രതികരണമാണ് ഇന്നെത്തിയ ശാസ്ത്രജ്ഞർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നൽകിയത്. ആനി മെക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ടക്കുയ ഒനീഷി, ക്രിൽ പെസ്കോവ് തുടങ്ങിയവരാണ് ക്രൂ 10 ദൗത്യത്തിലെ യാത്രക്കാർ. Hey, from the bottom of my heart, thanks to our families, friends and our colleagues from all the partners, SpaceX, NASA, CSA, ESA, Roscosmos and JAXA for preparing us and making it possible for us to get here. And we are so excited to now be officially part of the Expedition 72. Thank you guys. ബഹിരാകാശത്തെത്തിയ പുതിയ ശാസ്ത്രജ്ഞരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച സുനിത വില്യംസ് വൈകാതെ മടങ്ങും. And Houston, thank you for tuning in this early morning. It was a wonderful day. Great to see our friends arrive. So thank you so much. 19-നാണ് സുനിത വില്യംസിന്റെയും ബച്ച് വിൽമോറിന്റെയും മടക്കയാത്ര ഷെഡ്യൂൾ തയ്യാറായിരിക്കുന്നത്. പുതിയ ശാസ്ത്രജ്ഞർക്ക് നിരവധി പരീക്ഷണ പദ്ധതികളാണ് ബഹിരാകാശ നിലയത്തിൽ നടപ്പിലാക്കാനുള്ളത്. സയൻസ് ഡെസ്ക്, ജനം. ലഷ്കർ-ഇ തൊയ്ബ ഭീകരൻ അബു ഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. നിരവധി ഭീകരാക്രമണങ്ങളിൽ പിടികിട്ട പുള്ളിയാണ് അബു. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് സെയ്ദിന്റെ വലം കൈ കൂടിയായിരുന്നു അബു ഖത്തൽ. 2023 രജൌരി ആക്രമണത്തിൽ ഇയാൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് സെയ്ദിന്റെ വലം കൈയായിരുന്നു അബു ഖത്തൽ. 2023 രജൌരി ആക്രമണത്തിൽ അബു ഖത്തലിനെതിരെ NIA കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. പാകിസ്ഥാനിൽ ശനിയാഴ്ച രാത്രിയാണ് അജ്ഞാതരുടെ വെടിയേറ്റ് ഇയാൾ കൊല്ലപ്പെട്ടത്. ജലം മേഖലയിൽ യാത്ര ചെയ്യുന്നതിനിടെ അജ്ഞാതർ വെടിയുതിർക്കുകയായിരുന്നു. 15 റൗണ്ടിലേറെ വെടിയുതിർത്തതായാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിലെ സുരക്ഷാ ജീവനക്കാരും കൊല്ലപ്പെട്ടു. 2 വർഷം മുമ്പുണ്ടായ ധുരിയ ഭീകരാക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സിയാഉർ റഹ്മാൻ എന്നാണ് അബു ഖത്തൽ എന്ന ഭീകരന്റെ യഥാർത്ഥ പേര്. ലഷ്കർ-ഇ തായ്ബ ഭീകര സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും നിർണായക പങ്കുവഹിച്ചയാളാണ് അബു ഖത്തൽ എന്നറിയപ്പെടുന്ന സിയാഉർ റഹ്മാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കയിൽ ചുഴലിക്കാറ്റിലും പേമാരിയിലും മരണസംഖ്യ 34ആയി. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ചുഴലിക്കാറ്റ് നാശം വിതച്ചത്. മിസോറിയിൽ മാത്രം 12 പേർ മരിച്ചു. ടെക്സാസ്, മിസോറി, ഇലിനോയിസ് എന്നിവിടങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ശക്തമായ പേമാരിയിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും ഉണ്ടായി. ഇന്നലെ രാത്രി മുതലാണ് അമേരിക്കയിലെ വിവിധയിടങ്ങളിൽ കാലാവസ്ഥ കലുഷിതമായത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.